ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൺ ഡേ ട്രിപ്പ് അങ്ങനെയൊന്നും പറയില്ല, ഒരു നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ ഗൈസ്. ഡെസേർട്ടിൽ പോകാൻ കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലല്ല, ഞാനിത് പോയിട്ടില്ല. എമ്മിയാസും പോയിന്, നമ്മൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ ഒറ്റക്കല്ല, ഒരാളും കൂടി ഉണ്ട്. വൈകി എനിക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. അപ്പം നേരെ വീട്ടിലേക്ക് എടുക്കാം. സോ ഗൈസ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് തന്നെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. കുറച്ചൊരു 1.5 hours ഉള്ളൂ. ഷാർജയിലായിരുന്നു ഡെസേർട്ടുള്ളത്. അല്ല, ഷാർജയിലെ ഡെസേർട്ടിലാണ് കേട്ടോ നമ്മൾ പോണത്. പിന്നെ ഞാൻ അവിടെ സീറ്റിൻ്റെ ഒരു തലയില്ല, അതിൻ്റെ മേലെ ഫോണൊക്കെ വെച്ചിട്ട് കുറേ നേരം വീഡിയോ എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ബോറടിയായിരുന്നു. പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം കുറച്ച് ലേറ്റായി പോയിന്. എടുക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം ഒരു 1.5 hours ഉണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. ഞാൻ പകുതി സമയം ഉറങ്ങിയായിരുന്നു. ഈ കാണുന്ന പോലെ അല്ലല്ല, ഈ വീഡിയോ ഓഫ് ആക്കി എൻ്റെ ഉറങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് വണ്ടി കയറി എപ്പോൾ ഉറങ്ങണം, അതുകൊണ്ട് കേട്ടോ ഞാൻ ഉറങ്ങുന്നത്. ഗൈസ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്, അവർ വന്നിട്ടില്ല കേട്ടോ ഗൈസ്. വെയിറ്റ് ചെയ്യാണ്. സോ ഗൈസ്, ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ മൂന്നാളെ അൺഎക്സ്പെക്റ്റഡായി സഫാരിന്റെ മറ്റേ കാറിന് ഇല്ല, ഞാൻ പിടിച്ചു.
ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എത്തിയ ഉടനെ ഇവർ തട്ടാറ് ഒരു ഹിജാബ് വെച്ച സാധനമില്ലേ അത് അവർ തലക്കിടാൻ പറഞ്ഞു. അപ്പം ഇവർ മൂന്നാളെ വിട്ടിന്, ഇത്താത്ത വിട്ടിന്. എനിക്ക് ഇതിനൊന്നും വലിയ ഇഷ്ടമല്ല എന്നല്ല, കിട്ടുമ്പോൾ എന്തോ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ മൂന്നാളും ബ്ലാക്ക് ആയിരുന്നു ഇടേണ്ട, പക്ഷെ അത് ഇട്ട് ഒരു രസം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ റെഡാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതാത് ബ്ലാക്ക് ആണ് കേട്ടോ ഗൈസ്. എനിക്ക് ഇവർക്ക് ഇത്തിരി ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് ഇവർ മൂന്നാളും മേലെ കയറിയിട്ട് ഓടി താഴെ വന്നു. അപ്പോൾ ശരിക്കും ഞാനും പറഞ്ഞിനി ഞാൻ വരുന്നുണ്ട്. ഇവർ കയറിയിട്ട് നിന്ന് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും കയറി. അപ്പോൾ ഇവർ വീണ്ടും കയറാട്ടോ ഗൈസ്. ഞാൻ ക്യാമറ ഉമ്മാൻ്റെ കൈമ കൊടുക്കുന്നിട്ട് അമ്മ കയറാട്ടോ മൂന്നാളും. അതിൻ്റെ ഇടയ്ക്ക് ഇമാനും കൂടി കയറുന്നുണ്ടായിരുന്നു. നമ്മൾ സ്പീഡിൽ കയറുന്നുണ്ടായിരുന്നു. ഇമാനിന് അത്ര കൂടുതൽ കയറാൻ കഴിയൂലല്ലോ, അങ്ങനെ ചെറുതല്ലേ. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ, അവൻ പകുതി വരെ കയറി, ബാക്കി എനിക്ക് കയറാൻ കഴിയുന്നില്ല. ഞാൻ കുറേ വിളിച്ച് ഇങ്ങോട്ട് വാ, എൻ്റെ കൈയോടിച്ച് കയറിക്കോ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട. അവന് പകുതി കയറിയിട്ട് പകുതി നടന്നിട്ട് തിരിച്ചു തന്നെ വന്നോട്ടോ ഗൈസ്. അപ്പം ഉമ്മ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഷെസ് നീ കയറിക്കോ. അപ്പോൾ ഇത്താത്ത പറഞ്ഞാൽ എന്നാൽ ഞാൻ കയറിട്ട് പറഞ്ഞിട്ട് ഇത്താത്ത ലാസ്റ്റ് കയറാണ് കേട്ടോ ഗൈസ്. ഇറ്റാകുമ്പോൾ നാലാളും കൂടി ഓടി. Kino. പിന്നെ വന്നതിന് മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കടന്നു. ഒട്ടകത്തിൻ്റെ വില കയറിയല്ലേ, അതിൻ്റെ ഒച്ച നിങ്ങളിപ്പോൾ കേട്ട കഴിയും. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഭയങ്കര പേടിയുണ്ടായത്, പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു. ഒന്നും കൂടി കയറിയാലോ എന്ന് കേൾക്കും തോന്നി. പക്ഷേ പിന്നെയും ധൈര്യച്ചത് ഇങ്ങനെയില്ലാത്തതുകൊണ്ട് എന്നെ അവിടെ കയറാൻ നിന്നില്ല. ഞാൻ ഇസിയും ഉപ്പയും ഇയാനിയും അസും കൂടിയാണ് കേട്ടോ കയറിയത്. കുട്ടികൾ ശരിക്കും കയറ്റില്ല അതുകൊണ്ട് ഉപ്പ കയറിയത്. ഞാൻ ഇസിയും ശരിക്കും ഞാൻ വീടൊക്കെ എടുക്കണം ചോദിച്ചത്, പക്ഷേ ഇടയ്ക്ക് അവിടെ നിന്നിട്ട് എനിക്ക് പിടിക്കാൻ ഒരു കൈ വിറക്കുന്നുണ്ടായിരുന്നു. അത്രക്ക് പേടിയല്ല, താഴോട്ട് വെക്കുമ്പോഴൊരു ഇത് ഭയം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് പേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നല്ലോണം പേടിച്ചിനെ. ഞാൻ ഇസനെ പേടിപ്പിക്കാണ്ട് താഴെയൊക്കെ പേടിയാന്ന് പറഞ്ഞിട്ട് ഇസി പറയും എനിക്ക് പേടിയാതെ ഇങ്ങനെ പറയില്ല. എന്നിട്ട് ഇത്താത്തിയും ഷാദർക്കും കൂടി കയറി കേട്ടോ. ഗൈസ് അവിടെ പിന്നെ മെഹന്തി ഇടുന്നുണ്ട്, വലിയ ഡിസൈൻ ഉണ്ട്. പക്ഷേ നമുക്ക് വലിയ ക്ഷമയില്ല, കാരണം അവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കുറച്ചിടാം. അതായത് എല്ലാവർക്കും ഒരേ ഡിസൈനാണ്. പിന്നെ എല്ലാവരും ഡിസൈൻ ഒന്ന് തന്നെ കൈ ഏകദേശം ഒരുപോലെത്തന്നുണ്ട്. പിന്നെ വീഡിയോസ് എടുക്കാനായിട്ട് ഗൈസ്. സോ ഗൈസ് നമ്മൾ മെഹന്തി ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ഇട്ടിട്ട് നമ്മൾ ഇവിടെ പരിപാടി ഷോ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്നാക്ക് എടുക്കാൻ വേണ്ടി അവിടെ സ്നാക്കൊക്കെ കിട്ടും. നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് അവരൊക്കെ Ladies and gentlemen, starter food is ready now. Request to everyone come the starter counter. Once again, starter food is ready now. ഞാൻ എടുത്തോട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. മര്യാദക്ക് തിന്നാൻ കഴിയില്ല, അവിടെ പറ്റി ഇരുന്നിട്ട് തിന്നാം. നമുക്ക് സംഭവം എന്നൊക്കെ അറിയാം, നമുക്ക് അറിയാൻ വേണ്ടി. ഗൈസ് ഇത് കണ്ട ഹൗസ് ഇറ്റ് ഉമ്മ അവിടെ
വെയിറ്റ് ഇത് ഉള്ളി വജിയും തോന്നാ ഓരോരുത്തരും നമുക്ക് കൂൾ ഡ്രിങ്കൊക്കെ എടുത്തിട്ട് ഫുഡേക്ക് തിന്നാനിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഷോ കഴിഞ്ഞു. അതെന്തൊരു തലയിറങ്ങുന്ന ഷോ ആയിരുന്നു. അത് നല്ല രസമായിട്ട് കാണാൻ. എൻ്റെ തലയിറങ്ങി പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ മുട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ലൈറ്റ്സൊക്കെ ഓഫായിട്ട് ഗൈസ്. സ്നാക്കിനായിട്ട് സമൂസ, ഉള്ളി വജി, പിന്നെ എന്തായിരുന്നു അയ്യോ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മയില്ല. പിന്നെ കട്ട്ലേറ്റ് അല്ല ഫലാഫിൽ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഷോ തുടങ്ങിയത് അതിന് ലൈറ്റ്സൊക്കെ ഓഫ് ആയിട്ട് ഗീസ്. അത് നിങ്ങൾക്കാരും കാണാത്തത്. നെക്സ്റ്റ് ഇതെന്താ വെച്ചാൽ ഫയർ വർക്ക് അതില്ലേ അതായിരിക്കും. എനിക്ക് അതിൻ്റെ പേര് ശരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും അത് സൂപ്പറായിരുന്നു. നല്ല കിടുമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊരു വർക്ക്. അത് നല്ല അത്രയും എഫേർട്ട് എടുത്ത് അത്രയും മിനിറ്റിൽ ആ ഒരു തീ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഒരു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതും പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചായ ഉണ്ടാക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കാനൊക്കെ ഗ്യാസ് ഉണക്കുന്നത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നീയും കൂടി കണ്ടു നോക്കൂ. ഇതെന്താണ് ചൂടാവും.
ഗൈസ് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതെന്ത് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഒന്നും ടേസ്റ്റ് ഇല്ല, അത് സത്യം. ഫുഡിന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അടുത്ത് പകുതി ഫുള്ള് തീർന്ന്. പിന്നെ ഫുഡ് പറയുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും തരില്ല, പിന്നെ തിന്നിട്ട് ഗൈസ്. ഇങ്ങനെ തിന്നിട്ടൊന്നുമില്ല, ഈ ഡ്രിങ്ക്സ് മാത്രം കുടിച്ചു. യൂട്യൂബ് ഗൈസ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഈ ഒരു സ്കാർഫ് പോലത്തെ സാധനം ഇട്ടത്. എന്നെ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓരോക്കട്ടെ നല്ല രസമുണ്ടല്ലോ, ഓറാണ് ഏറ്റവും നല്ലത്. കമൻറ്റ് ചെയ്യുക ഗൈസ്, കമൻറ്റ് സോറി ഗൈസ്. കണ്ട എല്ലാവരും കണ്ട നല്ല രസമുണ്ട് ഇട്ട് ഗൈസ്. ഒരു പ്രത്യേക രസമുണ്ടായത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ആ തല കിട്ടുന്ന സാധനമാണോ അല്ല ഫയർ വർക്കാണോ അല്ല ബെല്ലി ഡാൻസാണോ, എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. പിന്നെ അമ്മ ഇപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ്. അതും വണ്ടിയിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ലാസ്റ്റ് അവർ പോവാണ്, നമ്മളെല്ലാവരും തറ്റബബായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങളടുത്തും തറ്റബബായി. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ബൈ ഗൈസ്.